നിലകളിൽ ദൈവം പറഞ്ഞ ചില ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അപ്രതീക്ഷിതമായിട്ട് നിറവേറാൻ പോവാ കേട്ടോ. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വീണ്ടും നല്ലൊരു ദിവസം കൂടെ കർത്താവിൻ്റെ സന്നിധി നമുക്കായിരിക്കാൻ, ദൈവവചനം ധ്യാനിപ്പാൻ, പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് അവസരം തരികയാണ്. പ്രധാനമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ശബ്ദം, കേട്ടത് കാണുവാൻ പോകുന്നു, കേട്ടത് കാണുവാൻ പോകുന്നു. വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായിക്ക് നിവർത്തിച്ചു കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ഏതൊരു ദൈവ പൈതലിനും എന്നെന്നും ഓർത്ത് അഭിമാനിക്കത്തക്ക വിധത്തിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മളിപ്പോൾ വായിക്കാനിടയായിത്തീർന്നത്. പൂർവപിതാവായ ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാവായ അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവികമായ ദൂതിൻ്റെ നിവർത്തീകരണം. ദൈവം പറഞ്ഞത് കേട്ട് ഇറങ്ങിത്തിരിച്ചവൻ ജീവിതത്തിൽ പല മേഖലകളിലും സ്റ്റക്കായി പോയിട്ടുണ്ട്. പല വിഷയത്തിനകത്തും വിടുതൽ കിട്ടാതിരിക്കുമ്പോഴും അവൻ ദൈവത്തെ അവിശ്വസിച്ചിട്ടില്ല, ദൈവത്തോട് മറുതലിച്ചിട്ടില്ല. എന്നാൽ വാഗ്ദത്ത നിവർത്തിയുടെ അവസാന സമയമെത്തിയപ്പോൾ വീണ്ടും ദൈവം ആവർത്തിക്കുകയാ. അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ സാറ ഒരു മകനെ അണയ്ക്കും. ആമേൻ. അവരെന്താ ചിന്തിച്ചത്? ആമേൻ, എൻ്റെ ഈ നിർജീവാവസ്ഥയിൽ ഒരു കുഞ്ഞുണ്ടാകുമോ? എൻ്റെ ഈ ബലഹീനമായ ഗർഭപാത്രം ഒരു തലമുറയെ വഹിക്കുവാൻ പര്യാപ്തമാകുമോ? ഹല്ലേലൂയ. പക്ഷേ പറഞ്ഞത് ദൈവമാകൊണ്ടും ആമേൻ, കേട്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാകൊണ്ടും അബ്രഹാമും സാറായും ചിരിച്ചെങ്കിലും അവർ കണ്ണുമടച്ചത് വിശ്വസിച്ചു. പ്രിയ ദൈവവൈതലേ, നിന്നോടുള്ള ബന്ധത്തിൽ ചില വ്യക്തിപരമായ ചില ദൈവദൂതുകൾ ദൈവം പറയുമ്പോൾ സാഹചര്യത്തെ നീ നോക്കരുത്, അവസ്ഥകളെ നീ നോക്കരുത്, പറഞ്ഞ ദൈവത്തെ നീ നോക്കുക. നിശ്ചയമായിട്ട് വന്ന് നടന്നിരിക്കും. കാരണം വചനം പറയുന്നു, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിനൊരിക്കലും മാറ്റമില്ല. എപ്പോഴും ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു ആമേൻ ഹല്ലേലൂയ പൊസിഷനിൽ നിന്നുകൊണ്ടാണ്. നമ്മളും പലപ്പോഴും ആ വാഗ്ദത്തങ്ങൾ കേൾക്കുന്നത് നമ്മുടേതായ ആ ഒരു നിഗമനത്തിലാണ്. ഒരിക്കലും അങ്ങനെയാകരുത്. ആമേൻ. മാനുഷികമായിട്ട് നടക്കുമോ? ഇല്ല. പക്ഷെ പറഞ്ഞത് ദൈവമാകൊണ്ടും ഹല്ലേലൂയ അരുളി ചെയ്തത് ദൈവത്തിൻ്റെ ശബ്ദമാകൊണ്ടും അത് നടന്നിരിക്കും കേട്ടോ. ഈ ദൂത് ഞാൻ പറയുമ്പോൾ തന്നെ ഇന്നലകളിൽ അവിശ്വസിച്ചത് ദൈവത്തോട് ഏറ്റുപറ. കർത്താവെ, തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. സാറ കവിണ്ണ് വീണ് ചിരിച്ചതുപോലെ, ആമേൻ ഹല്ലേലൂയ ഉള്ളിച്ചിരിച്ചതുപോലെ, അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചതുപോലെ ചിരിക്കല്ലേ. ആമേൻ, നിൻ്റെ തലമുറയുടെ പേര്, നീ ചിരിക്കുന്ന ചിരി തന്നെ ആ കുഞ്ഞിൻ്റെ പേരായിട്ട് മാറും. നോക്കിയേ, രണ്ടുപേരുടെ ചിരിയായിരുന്നു. ഇസഹാക്ക് ചിരി കണ്ടോ. ഹല്ലേലൂയ. ആമേൻ. ദൈവമാണ് പറയുന്നത് കേട്ടോ. ദൈവത്തിൻ്റെതായ സ്റ്റാൻഡിൽ നിന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെതായ ആ ഒരു ചിന്തയിൽ നിന്നാണ് പറയുന്നത്. ഒരിക്കലും അവിശ്വസിക്കരുത് കേട്ടോ, സംശയിക്കരുത് കേട്ടോ. ആമേൻ. ദൈവം അത് ചെയ്ത് തന്നിരിക്കും. നോക്കിയേ, ഹല്ലേലൂയ. ഇവിടെ ആമേൻ സാറായും അബ്രഹാം ആ ദൈവ ശബ്ദം ആമേൻ നിവർത്തി പദത്തിലേക്ക് വരുന്നത് കാണുകയാണ്. ഇന്നും ഉലകത്തിലൊരു തലമുറ ആമേൻ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ അസാധ്യതയുടെ നടുവിൽ പിറന്നു വീണ ഇസ്രായേലിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ആമേൻ. നമ്മുടെ കേരളത്തിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള ആ കൊച്ചു രാജ്യം ഇന്നും ലോക രാജ്യങ്ങൾക്കൊരു ഭീഷണിയായി, തലവേദനയായി നിലകൊള്ളുന്നതിൻ്റെ കാരണം ദൈവങ്ങളുടെ അതിമഹത്തായ പ്രതിഫലമായതുകൊണ്ടും പരിചയമായതുകൊണ്ടും മാത്രമാണ്. അതേ പ്രിയ ദൈവമക്കളെ, ആ ദൈവം നമ്മുടെ ദൈവമാകട്ടോ. നീ കേട്ട ചിലത് കാണാൻ പോവുകയാണ്. നീ കേട്ട ചിലത് കാണാൻ പോവുക. അവിശ്വസിക്കരുതേ, സംശയിക്കരുതേ, ചിരിക്കല്ലേ, കളിയാക്കല്ലേ. ദൈവം ചെയ്യാൻ വിശ്വസ്തന്. ആ ദൈവരങ്ങളിൽ ഈ പ്രഭാതം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, എത്ര ക്ലിയറായിട്ടുള്ള ദൈവശബ്ദം വളരെ ആഴമായിട്ട് അങ്ങ് നിങ്ങളോട് സംസാരിച്ചു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് അസാധാരണമായ ചലനങ്ങൾ ഉണ്ടാകട്ടെ, അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് മുദ്രയിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745
600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.